നീ എന്താടി ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്ന? നീ ആരെങ്കിലും പ്രതീക്ഷിച്ച് നിൽക്കാണോ? അല്ലമ്മ. പിന്നെ നിന്റെ ഭർത്താവ് തോമസ് വൈദ്യന്റെ അടുത്തല്ലേ? രാവിലെ എന്തൊക്കെയോ ഡ്രസ് എടുത്തോണ്ട് പോകണമെന്നും പറഞ്ഞാണല്ലോ നീ വന്നത്. പിന്നെന്താ പോവാത്തെ? ഞാൻ പോവാ അമ്മ. രാവിലെ നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് പോവാൻ നോക്ക്. ആ, ഞാൻ എന്തായാലും ഇനി പൂജാമുറി കയറി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചിട്ടേ എന്തെങ്കിലും കഴിക്കുന്നുള്ളൂ. രാമായണ മാസ രാമായണേ കുറച്ചെങ്കിലും പാരായണം ചെയ്യണം. അത് കഴിഞ്ഞ് കണ്ണനെ വിളിക്കുന്നുള്ളൂ. ഭഗവാന്റെ കടാക്ഷത്തില് കുഞ്ഞിനൊരാപത്ത് ഉണ്ടായില്ലെന്ന് എനിക്ക് കേൾക്കണം. കുഞ്ഞിനെന്തെങ്കിലും ആപത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവിടുന്ന് വിളി വരത്തില്ലായിരുന്നു അമ്മ. രാവിലെ നീ പൂജാമുറിയിൽ കേറിയില്ലേ, അതാ എന്റെ പേടി. ഇനി നീ പ്രാർത്ഥിച്ചതിനേക്കാൾ ശക്തിയായിട്ട് എനിക്ക് പ്രാർത്ഥിക്കണം എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി. ഇനിയിപ്പൊ കണ്ണനും ലക്ഷ്മിക്കും അവരുടെ കുഞ്ഞിനും ഉള്ള അത്രയും സ്ഥാനം നിനക്ക് ഉണ്ണിക്കും നാളെ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനും കാണത്തില്ലടി. അതുകൊണ്ടാ ആ കുഞ്ഞു പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല അമ്മ. അമ്മ ഒരു തരത്തിലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കായിരുന്നു. നിന്നെ ഞാൻ മനസ്സിലാക്കണമെങ്കിലേ അതുപോലുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവണം. തൽക്കാലം അതില്ല. അതുകൊണ്ട് ഇങ്ങനൊരു അമ്മായിയമ്മയെ നീ ഇനി പ്രതീക്ഷിച്ചാ മതി. എന്റെ ദേവി, ഇവരെത്ര രാമായണം വായിച്ചാലും എന്റെ പ്രാർത്ഥനയെ നടക്കാവുള്ളൂ. ഞാൻ ആഗ്രഹിച്ച രംഗങ്ങൾ എനിക്ക് ഉടനെ കാണാൻ കഴിയണേ. ആരും വിളിക്കുന്നില്ലല്ലോ. ആ ദേവരാജനാണെങ്കിൽ വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല. അവനെ വിളിക്കണമെന്ന് കരുതിയതാ. പിന്നെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ വിളിച്ചു പോയെ. വീട്ടിൽ നിന്നാണെങ്കിലോ മോള് തൊട്ട് വിളിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിളി വരേണ്ട സമയം കഴിഞ്ഞു. കൊച്ചിനെ ഇന്നലെ രാത്രി ആശുപത്രി കൊണ്ടുപോയതാ. ഇനി അതിനെന്തെങ്കിലും സംഭവിക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇതുവരെ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ അത്ഭുതങ്ങളാ. ഇതിപ്പോ അവർക്ക് രണ്ടാൾക്കും കൊണ്ട് ജനിച്ച കുഞ്ഞാ. അതുകൊണ്ട് അതിന്റെ കാര്യത്തിലും അത്ഭുതങ്ങൾ സംഭവിച്ചാ അതിലെനിക്ക് ആശ്ചര്യമൊന്നുമില്ല. അങ്ങനെ പറയലടാ. അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിക്കടാ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട്ടിലെ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം ഏത് നേരം അവന്റെ രക്ഷയ്ക്കുണ്ട്. എന്തായാലും കരുണമുള്ള ഉടനെ തന്നെ വിളിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് വിളിക്കുന്നത് പ്രശ്നമായതുകൊണ്ട് ഇവിടെ വന്ന് മോള് വിവരം പറയത്തേ ഉള്ളായിരിക്കും. അങ്ങനെയാണെങ്കിൽ മോളെയും കൂട്ടി ഒന്ന് പോണം അനന്തൂന്റെ വീട്ടിലോട്ട്. അവിടെ ആയിരിക്കുമല്ലോ കൊച്ചിനെ കൊണ്ട് കിടത്തുന്നേ. ദേവരാജന്റെ അമ്മ അങ്ങോട്ട് പോയില്ലേ? കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ ഇപ്പൊ അവരെങ്കിലും വിളിച്ച് വിവരം പറയത്തില്ലായിരുന്നോ? ഇങ്ങോട്ട് വിളിക്കേണ്ടത് ദേവരാജനോട് പറഞ്ഞത് ഞാനാ. ഇപ്പോഴാണെങ്കിൽ അവന്റെ മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുക. എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അതുറപ്പാ. ജാനമേച്ചി ഇവിടെ വന്ന ശേഷം മൊത്തം ശനിദശയാണല്ലോ മഹി. ആദ്യം കുഞ്ഞിന് കൊടുത്ത പാലിന്റെ അളവ് കൂടിയെന്ന് പറഞ്ഞ് ലേഖ ജാനമെ കുറ്റപ്പെടുത്തി. അതിന് പിന്നാലെ ഇപ്പൊ ഇങ്ങനൊരു ആപത്തുകൂടി ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞതാ ലേഖയോട് അവരെ ഒന്നും പറയരുതെന്ന്. എന്നാലും അവര് വന്നത് ലേഖയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതുപോലെ എന്തെങ്കിലും പറയാനുള്ള സാധ്യതയുണ്ട്.
എങ്ങനെയുണ്ടടാ ജാനമ്മയുടെ മോന്? കുറച്ച് ക്രിട്ടിക്കലാ, ഐസിയുല. ശ്ശോ. നല്ല വിളഞ്ഞ് മൂർഖനെ കടിച്ചത്, അതുകൊണ്ട് വിഷം കിഡ്നിയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ ആയില്ല ഏട്ടാ കടിച്ചിരിക്കുന്നെ. എന്തെങ്കിലും സർപ്പദോഷം കാണുമായിരിക്കും. ആ എടാ, അപ്പോഴേ ഞാൻ കുഞ്ഞിനെ ഇയാളെ കൊണ്ട് വീട്ടിലോട്ട് പോവുക. അതെന്ത് ഇത്ര പെട്ടെന്ന്? എടാ, ഇവിടെ വന്ന അമ്മയ്ക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ഇങ്ങോട്ട് വരാൻ അമ്മയ്ക്ക് മടിയാ. എന്നാ പിന്നെ ഇന്നൊരു ദിവസം മോളെ കൊണ്ടുപോയി അമ്മയൊന്ന് കാണിച്ചിട്ട് നാളെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാം. നീ ഈ കാര്യം ലേഖയോട് പറഞ്ഞോ? ആ പറഞ്ഞു. അവിടെ ഇപ്പൊ ഉണ്ണിയില്ലെങ്കിലും കരുണ ഇന്നലെ വന്നെന്നാ കണ്ണേട്ടൻ പറഞ്ഞത്. അവരൊക്കെ ഉള്ളപ്പോ അങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ടുപോണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ രണ്ടാളും കേക്കണ്ടേ? അവൾ ഇന്ന് തന്നെ ഉണ്ണിയുടെ അടുത്തേക്ക് പോകില്ലേകെ. എടി ലേഖ, കുഞ്ഞ് ജനിച്ചിട്ട് സ്വന്തം തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ കണ്ണൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മോളെ ഒന്ന് കൊണ്ടുപോയി വീടൊക്കെ കാണിച്ചിട്ട് വരട്ടെടി. പിന്നെ വീട് കണ്ടു കഴിഞ്ഞാൽ മോൾക്കങ്ങ് മനസ്സിലാവാൻ പോവല്ലേ അത് മോളുടെ അച്ഛന്റെ തറവാടാണെന്ന്. കുഞ്ഞിനെയും കൊണ്ട് ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ നിനക്ക് ഇത്രയും പ്രശ്നമാണെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിനെ സ്ഥിരമായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും നിന്റെ അവസ്ഥ? എന്തായിരിക്കും അവസ്ഥയെന്ന് ചോദിച്ചാ, ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവര് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പോകുന്നില്ലേ? വീട്ടിൽ നിന്ന് സ്നേഹത്തോടെ യാത്ര പറഞ്ഞു പോകുന്നവര് തിരികെ വരാതിരിക്കുന്നില്ലേ? അതൊക്കെ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. അച്ഛനമ്മമാരെ ആയാലും മക്കളെ ആയാലും അമിതമായിട്ട് സ്നേഹിക്കുന്നത് അപകട. ഈ പറയുന്ന കേട്ടാ തോന്നുമല്ലോ അനന്തേട്ടന് മോള് പോകുന്നതിൽ സങ്കടമില്ലാന്ന്. സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടണ്ടേ? ആ, ഇനി ഇതിന്റെ പേര് ഒരു തർക്കം വേണ്ട. നാളെ രാവിലെ തന്നെ ഞങ്ങൾ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വന്നോളാം. എന്ന് മാത്രമല്ല, ദാ ഇയാൾക്കിപ്പോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇയാൾ നാളെ മുതൽ എന്റെ കൂടെ ഫിനാൻസ് സർവീസിലേക്ക് വന്നോട്ടെ. ആ സമയത്ത് ഇയാൾ പോലും ഇല്ല, പിന്നെ വൈകുന്നേരം വരെ കുഞ്ഞിനെ നോക്കാം. അപ്പൊ നീ തന്നെ ഞങ്ങളുടെ മോളുടെ പെറ്റമ്മയും പോറ്റമ്മയും എല്ലാം ആയിക്കോ. എന്നാ പിന്നെ വൈകണ്ട, നിങ്ങൾ ഇറങ്ങിക്കോ. ടാറ്റ, പോവാം. വിഷമിക്കണ്ടല്ലേക്കേ, നാളെ രാവിലെ ഞങ്ങളിങ്ങ് എത്തിക്കോളാം. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം.
എന്താ ലേഖ ഇത്? കുഞ്ഞു പോയപ്പോ എന്തോ നഷ്ടപ്പെട്ടെന്നൊരു തോന്നല്, നെഞ്ചൊക്കെ വലിഞ്ഞു മുറുകുന്നത് പോലെ. എന്നുവെച്ച് അനന്തോട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നീലമോള് ജനിക്കുന്നതിന് മുൻപ് മുതലേ ഞാൻ മഹിയെ നോക്കുകയല്ലേ. ആ കുഞ്ഞൊന്ന് പുറത്തു വരാൻ വേണ്ടിട്ട് കാത്തിരിക്കുമായിരുന്നില്ലേ നമ്മള്. അതുകൊണ്ടായിരിക്കും കുഞ്ഞു പോയപ്പോ ഇത്രയ്ക്കും വേദന. ലേഖ, കണ്ണൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്നൊരു ദിവസത്തേക്ക് കുഞ്ഞു മാറിയപ്പോ നീ ഇത്രയും സെന്റിമെന്റിൽ ആവുകയാണെങ്കിൽ കുഞ്ഞ് സ്ഥിരമായിട്ട് അവന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാ എന്തായിരിക്കും അവസ്ഥ? പിന്നെ നിന്നെ എനിക്ക് നോർമലായിട്ട് കാണാൻ പറ്റുമോ? നീ തന്നെ പറഞ്ഞല്ലോ ലേഖ, നമ്മൾ സ്നേഹിക്കുന്നവര് ഒരു യാത്ര പോയിട്ട് പിന്നീട് അവരെ കാണാതായ സഹിച്ചല്ലേ പറ്റൂന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെ വേദനിക്കുന്നത്? നീലമോൾ എന്റെ അല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല അനന്തോട്ടാ. പ്രഗ്നന്റ് ആയ ശേഷം മഹി കണ്ണന്റെ തറവാട്ടിൽ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് തോന്നിയിട്ടാ നമ്മൾ മഹി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ അത് ഇത്രത്തോളം അപകടമാവുമെന്ന് ഞാൻ കരുതിയില്ല. അപകടോ? എന്തപകടം? ഇതന്നെ, നീ ഇനി ഇന്ന് ആഹാരം പോലും കഴിക്കില്ല. നിനക്ക് വിശക്കില്ല. അനന്തോട്ടന് വിശക്കൂ? ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേ ലുല്ലംഘിതേബ്ധൗ പവനാത്മജന്മന ജനകനരപതിപരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോ ജനകനരപതി തുഹിതൃവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖദുഃഖവും തതനു കവികുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതര വികരണ രുചി പൂണ്ടൊരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞാൻ ഒരിടമൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ദേവീരിപ്പേടമെന്നോർത്തു മാരുതി. ഞാനെന്താ സ്വപ്നം കാണാണോ? ഞാൻ ഭയന്നത് തന്നെ സംഭവിച്ചു. കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. കനകമണി നികര വിരചിത പുരിയിലെങ്ങുമേ ആരോ രാമായണം വായിക്കുന്നുണ്ടല്ലോ. കേട്ടിട്ട് അമ്മയാണെന്ന് തോന്നുന്നു. ഉടമയോടും അസുരപുരി കണ്ണിനോട് ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങി ഭവനവും അമൃത സഹസ്രയുധമാവിയും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാരധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധവും
കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധവും കുസുമജയ സുരഭിയോട് പവനൻ അതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഗുരുതര തരുപ്രവരങ്ങളും നീ എന്താ ഇങ്ങനെ കുഞ്ഞിനെ നോക്കുന്നേ? അല്ല കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഭാഗ്യത്തിന് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. അഖില ജഗദീശ്വരി തന്നെ ആശുകനാശു കാട്ടിക്കൊടുത്തീടിനാ മലിനതര ചികുരവസനം കൊണ്ടുതീരയായി മൈഥിലിതാൻ വൃഷഗാത്രിയായ ഭയവിവശമവനേതും സദാ പ്രതിഭർത്താവു തന്നെ നിരച്ചലം നയനജലമനവരതമൊഴുകി പതിനാമത്തെ രാമരാമേതി ജടിക്കയും ഋഷിചെടികൾ നടുവിലഴലോടും അരുവും ഈശ്വരി അമ്മയാണോ രാമായണം വായിക്കുന്നത്? സ്വരൂപിണിയെ അതെ, കുറെ നേരമായി വായന തുടങ്ങിയിട്ട്. ദിവസര കുലപതി രഘൂത്തമൻ കാര്യവും ദീനതയെന്നിയെ സാധിച്ചിതിന്നു ഞാൻ. ഭഗവാനേ. ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ തന്നെ കൊണ്ടുവന്നായിരുന്നോ? ആ, കുറച്ച് സമയം ട്രിപ്പ് കൊടുത്തു. ഇന്നലെയാണല്ലോ പാല് മാറ്റി പരീക്ഷിച്ചത്. അത് കുറച്ച് കൂടിപ്പോയി. ദഹിച്ചില്ല എന്ന് ഡോക്ടർ പറഞ്ഞത്. മുത്തശ്ശിയുടെ ചക്രമോൾ എത്തിയോ? ചക്രമുത്തേ. മോക്കിപ്പോ കുഴപ്പമൊന്നുമില്ലമ്മേ. എന്നാൽ അതൊന്നും വിളിച്ചു പറയണ്ടേടാ. എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയായിരുന്നു. അതുകൊണ്ടാ കുളി കഴിഞ്ഞ് ഞാൻ പൂജാമുറിയിൽ കയറി രാമായണ പാരായണം നടത്തിയത്. അതൊക്കെ പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ അമ്മേ. കർക്കിടകം തുടങ്ങിയതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാമായണം വായിക്കാറുണ്ട് മോനെ. മുത്തശ്ശിയുടെ സുന്ദരിക്കുട്ടി ഒന്ന് വന്നേ. എന്താടാ നീലമോളെ? അതെ, ഇപ്പോഴും മോളുടെ അച്ഛനും അമ്മയ്ക്കൊന്നും പേടി മാറിയിട്ടില്ല. അതുകൊണ്ടാ മുത്തശ്ശിയുടെ അടുത്തേക്ക് മോളെ കൊണ്ടുവരാത്തത്. അല്ലേടാ മുത്തേ? ഞങ്ങക്ക് ഭയമൊന്നുമില്ലമ്മേ. പിന്നെ ലേഖയുടെ കാര്യം അറിയാലോ. അവക്ക് കുഞ്ഞിനെ വിട്ടുപിരിയാൻ വലിയ പ്രയാസാ. അതുകൊണ്ടാ ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും സ്ഥിരമായിട്ട് ഇവിടെ വന്ന് താമസിക്കാന്ന് കരുതിയത്. ലേഖയോട് അനന്തനോട് പറ കണ്ണ, അവരോട് ഇവിടെ വന്ന് താമസിക്കാൻ. അങ്ങനൊക്കെ പറയുന്നുണ്ട്. പിന്നെ രാവിലെ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോ കുഞ്ഞിനെ ലേഖയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകാമല്ലോ. അത് ശരി. അപ്പോഴും എനിക്ക് എന്റെ പൊന്നുമോളെ കാണാൻ പറ്റത്തില്ല അല്ലേ? കുറച്ചു മാസം കൂടി കഴിയുമ്പോ അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം പേരക്കുട്ടിയെ കിട്ടുമല്ലോ. അതെന്താടാ കണ്ണ നീ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഇവൾ എന്റെ സ്വന്തം അല്ലേ? ഇവളുടെ കുഞ്ഞിനെ നിന്റെ കുഞ്ഞിനെ പോലെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന് എനിക്ക് കഴിയണമെങ്കിൽ ഇവളും ഉണ്ണിയും അവരുടെ സ്വഭാവം മാറ്റണം. ഇപ്പോഴും നിങ്ങൾ രണ്ടാളും കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നതേ ഇവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവളുടെ മുഖം കണ്ടില്ലേ? ഇത് കണ്ണേട്ടന്റെ ലക്ഷ്മിയുടെ വീടാണെന്നുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. പിന്നെ ഞാനെന്തിനാ അമ്മയെ വിഷമിക്കുന്നേ? കണ്ണേട്ടനും ലക്ഷ്മിയും നാളെ ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും ഞങ്ങൾക്ക് പോവാനല്ലേ പറ്റൂ. ആ ബോധത്തോടു കൂടി തന്നെയാ ഞങ്ങൾ ഇവിടെ കഴിയുന്നത്.
അമ്മേ, അവള് പ്രഗ്നന്റ് ആയ ഒരു കുട്ടിയല്ലേ, അതുകൊണ്ട് കൂടുതൽ വിഷമിപ്പിക്കൊന്നും വേണ്ട. എടാ, അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് രാവിലെ 4 മണി ആവുന്നതിന് മുൻപേ അവള് പൂജാമുറിയിൽ കയറി വിളക്ക് തെളിയിച്ചു. ചോദിച്ചപ്പോ കുഞ്ഞിന് ആപത്തൊന്നും വരരുതെന്ന് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞത്. പക്ഷെ അവളുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ടേ ഞാനത് വിശ്വസിച്ചിട്ടില്ല. കുഞ്ഞിനും കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലത് വരാൻ വേണ്ടിയേ അവൾ ഒരിക്കലും പൂജാമുറിയിലും കയറത്തില്ല, അമ്പലത്തിലേക്കും പോകത്തില്ല. അവളുടെ മനസ്സിലെന്താന്ന് നമുക്കറിയില്ലെങ്കിലും അത് ദൈവങ്ങൾക്കറിയാലോ അമ്മേ. അതുകൊണ്ട് അവള് പൂജാമുറിയിൽ കയറിയത് നല്ലതിനായാലും മറ്റുള്ളവർ നശിക്കണമെന്ന് പറയാനായാലും അതിനനുസരിച്ചുള്ള വിധി തന്നെ ദൈവം അവൾക്ക് കൊടുത്തോളും. നീലുമോളെ, ഉറങ്ങുവാണോടാ? ആണോ?